ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യെസ് ബാങ്കിനെ കുറിച്ചുള്ള ഒരു ഓവറാൾ സിറ്റുവേഷണൽ അപ്ഡേറ്റ്സും അതുകൂടാതെ Q4 റിസൾട്ടിന് ശേഷം കമ്പനിയിൽ വന്ന മേജർ ചില മാറ്റങ്ങളെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓവറാൾ നമ്മൾ യെസ് ബാങ്കിൻ്റെ ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി മന്ത്ലി ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു ഡൗൺഫാൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഡൗൺഫാൾ ഏത് ലെവൽ വരെ എത്തും, അതുപോലെ തന്നെ ഏത് ലെവലിൽ നിന്നായിരിക്കും റിക്കവറി ഉണ്ടാവുക, അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റേഴ്സ് സ്ട്രാറ്റജി എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്, ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ യെസ് ബാങ്കിൻ്റെ ഓവറാൾ സിറ്റുവേഷൻ അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. 2020 മെയ് മാസം മുതൽ 2021 ജനുവരി മാസം വരെയുള്ള യെസ് ബാങ്കിൻ്റെ ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് ഹൈക്ക് ഉണ്ടായി എന്ന് കാണാൻ സാധിക്കും. ഈ പ്രൈസ് ഹൈക്കിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ് ചേഞ്ച് ആയത് തന്നെയാണ്. അതായത് 2020 മെയ് 31 യെസ് ബാങ്കിൻ്റെ റീസ്ട്രക്ചറിങ്ങിന് ശേഷം, അതായത് RBI ഇടപെട്ട് SBIയുടെ നേതൃത്വത്തിൽ SBI യെസ് ബാങ്കിൽ 48% സ്റ്റേക്കും കൂടാതെ ലീഡർഷിപ്പ് പൊസിഷനും അക്വിസിഷൻ ചെയ്ത് യെസ് ബാങ്കിൻ്റെ റീസ്ട്രക്ചറിങ് നടത്തിയതിനു ശേഷം യെസ് ബാങ്കിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ നല്ല രീതിയിലുള്ളൊരു മൊമെൻറ്റം കാണാൻ സാധിച്ചു. എസ്പെഷ്യലി 15 ജൂലൈ 2020 യെസ് ബാങ്ക് അതിൻ്റെ ഫണ്ട് റൈസിങ്ങിന് വേണ്ടി 15,000 കോടി രൂപയുടെ ഒരു FPO കൊണ്ടുവന്നായിരുന്നു. ആ FPOയിലെ ഇൻവെസ്റ്റേഴ്സ് സെൻറ്റിമെൻറ്റ്സ്, പ്രത്യേകിച്ചും ആങ്കർ ഇൻവെസ്റ്റേഴ്സിൻ്റെയും അതുകൂടാതെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഇതുമൂലം ഒരുപാട് റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സ് യെസ് ബാങ്ക് എന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും കൂടാതെ യെസ് ബാങ്ക് നല്ല രീതിയിലുള്ളൊരു ഫണ്ട് റൈസിങ് നടത്തി യെസ് ബാങ്കിൻ്റെ പ്രവർത്തന ശൈലിയിലെ മാറ്റവും അതുപോലെ തന്നെ ലീഡർഷിപ്പിലെ ചേഞ്ചസും മൂലം ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ളൊരു മൊമെൻറ്റം കാണാൻ സാധിക്കുകയും ചെയ്തു. കൂടാതെ യെസ് ബാങ്കിൻ്റെ സ്റ്റോക്കിനെ ഉയരങ്ങളിലെത്തിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് ആയിരുന്നു യെസ് ബാങ്ക് MSI ഇൻഡെക്സിൽ സ്ഥാനം പിടിച്ചത്. യെസ് ബാങ്ക് MSI ഇൻഡെക്സിൽ സ്ഥാനം പിടിച്ചതോടുകൂടി യെസ് ബാങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് പാസീവ് ഫണ്ടിൽ നിന്നും ഈ സ്റ്റോക്കിലേക്കുള്ളൊരു ഫണ്ട് ഫ്ലോ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫണ്ട് ഫ്ലോ മൂലവും യെസ് ബാങ്കിൻ്റെ സ്റ്റോക്കിൽ നമ്മൾക്ക് നല്ല രീതിയിലുള്ളൊരു മൊമെൻറ്റം കാണാൻ സാധിച്ചു. ഈ കാലയളവിൽ എസ്പെഷ്യലി യെസ് ബാങ്കിൻ്റെ Q2ഉം Q3 റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെയും ബാങ്കിൻ്റെ നില മെച്ചപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. അതായത് Q2 അനാലിസിസ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ അല്ലെങ്കിൽ യെസ് ബാങ്കിൻ്റെ 600 കോടി രൂപയുടെ ലോസിൽ നിന്നും Q2വിൽ കമ്പനി 129 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. അതായത് പ്രോഫിറ്റിൽ നമ്മൾക്ക് 2.8% വർധനവായിരുന്നു ഉണ്ടായത്. കൂടാതെ അസറ്റ് ക്വാളിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രോസ് NPA, അതായത് ഗ്രോസ് NPA 17.3% നിന്നും 16.9% ഡിക്ലൈൻ ചെയ്യുകയും നെറ്റ് NPA 4.96% നിന്നും 4.71% ഡിക്ലൈൻ ചെയ്യുകയും ചെയ്തു. അതായത് ബാങ്കിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂടുകയും അതുപോലെ തന്നെ അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ആവുകയും ചെയ്തു. അതുപോലെ തന്നെ Q3 നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ Q3യിൽ 129 കോടി രൂപയുടെ പ്രോഫിറ്റിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് 151 കോടിയായി മാറി. അതായത് Q2 16.5% വർധനവുണ്ടായി. അതായത് Q2വിനേക്കാൾ വർദ്ധിച്ച അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമ്മൾക്ക് Q3യിൽ കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും നെറ്റ് NPA 16.9% നിന്നും 15.4% കുറയുകയും ഗ്രോസ് NPA 4.7% നിന്നും അല്ലെങ്കിൽ നെറ്റ് NPA 4.7% നിന്നും 4% ഡിക്ലൈൻ ചെയ്യുകയും ചെയ്തു. ഓവറാൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റിയും അതുപോലെ തന്നെ പെർഫോമൻസും ഇംപ്രൂവ് ചെയ്തു. ഈ സിറ്റുവേഷനിൽ യെസ് ബാങ്കിൽ ഇൻവെസ്റ്റേഴ്സ് സെൻറ്റിമെൻറ്റ്സ് കുറച്ചുകൂടി പോസിറ്റീവ് ഇൻവെസ്റ്റേഴ്സ് സെൻറ്റിമെൻറ്റ് ആവുകയും അതുപോലെ തന്നെ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് 20 രൂപ 40 പൈസ എന്ന ലെവൽ വരെ എത്തുകയും ചെയ്തു. അതിനുശേഷം എന്നു മുതലാണ് യെസ് ബാങ്കിൽ ഇൻവെസ്റ്റേഴ്സ് സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവായി തുടങ്ങിയതെന്ന് പരിശോധിക്കാം. യെസ് ബാങ്കിൻ്റെ Q3 റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി അതിന് മുകളിലുള്ള അല്ലെങ്കിൽ യെസ് ബാങ്കിന് മുകളിലുള്ള ബാഡ് ലോൺസുകളെല്ലാം ഒരു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വന്നിരുന്നു. അതായത് കമ്പനിക്ക് മുകളിലുള്ള ഏകദേശം 25,000 കോടി രൂപയുടെ ബാഡ് ലോൺസ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി യെസ് ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ് ക്ലീൻ ആവുകയും കമ്പനിക്ക് ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കുകയും ചെയ്യും. ഈ പ്ലാനിന് ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും വളരെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടും പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സുമാണ് കിട്ടിയത്. പക്ഷേ ഈ പ്ലാൻ RBI റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പരിശോധിക്കുകയാണെങ്കിൽ യെസ് ബാങ്കിൻ്റെ പല ലോണുകളും ഫ്രോഡ് ലോൺ കാറ്റഗറിയിലാണ് വരുന്നത്. ഫ്രോഡ് ലോൺ കാറ്റഗറിയിൽ വരുന്ന ലോണുകൾ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിന് കാരണമായി തീരും. ഇതുകൊണ്ടാണ് യെസ് ബാങ്കിൻ്റെ അസറ്റ് റീകൺസ്ട്രക്ഷൻ പ്ലാൻ RBI റിജക്റ്റ് ചെയ്തത്. ഇത് യെസ് ബാങ്കിലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുകളിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കി. അതിനുശേഷം യെസ്
യെസ് ബാങ്കിൻ്റെ റീസെൻ്റ്ലി പുറത്തു വന്ന Q4 റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനി 151 കോടി രൂപയുടെ പ്രോഫിറ്റ് നേടിയ സ്ഥാനത്ത് 3787 കോടി രൂപയുടെ ലോസിലേക്ക് കമ്പനിയുടെ Q4 റിസൾട്ട് മാറി. ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിലും ലോസ് വർദ്ധിക്കുകയാണ് ചെയ്തത്. അതായത് 3668 കോടിയിൽ നിന്നും കമ്പനിയുടെ ലോസ് അല്ലെങ്കിൽ യെസ് ബാങ്കിൻ്റെ ലോസ് 3787 കോടിയായി മാറുകയും കൂടാതെ അസറ്റ് ക്വാളിറ്റിയിലും നല്ല രീതിയിലുള്ള ഒരു ഡെൻറ്റ് കാണാൻ സാധിച്ചു. അതായത് അസറ്റ് ക്വാളിറ്റി പ്രത്യേകിച്ചും ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ക്വാളിറ്റി 15.36% നിന്നും 15.4% ഉയരുകയും നെറ്റ് NPA നോക്കുകയാണെങ്കിൽ 4.04% നിന്നും 5.88% ഉയരുകയും ചെയ്തിരുന്നു. അതായത് കഴിഞ്ഞ 3 ക്വാർട്ടറുകളിലായി അല്ലെങ്കിൽ കഴിഞ്ഞ 2 ക്വാർട്ടറുകളിലായി യെസ് ബാങ്ക് കൊണ്ടുവന്ന പ്രോഫിറ്റിലുള്ള ഗ്രോത്തും അതുപോലെ തന്നെ അസറ്റ് കൺസ്ട്രക്ഷൻ ക്വാളിറ്റിയിൽ പ്രത്യേകിച്ചും നോൺ പെർഫോമിംഗ് അസറ്റ്സിൽ ഉണ്ടായി വന്ന ഡിക്ലൈൻ ട്രെൻഡും ഇവിടെ ബ്രേക്കൗട്ട് ചെയ്യുകയും ഇത് ഇൻവെസ്റ്റേഴ്സിന് മുകളിൽ വളരെ വലിയ ഒരു അൺസർട്ടനിറ്റിയും അതുപോലെ തന്നെ ആങ്സൈറ്റിയും ഉളവാക്കുകയും ചെയ്തു. അതിനുശേഷം യെസ് ബാങ്കിൽ നല്ല രീതിയിലുള്ളൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചു. അതുകൂടാതെ പ്രമുഖ ഇൻവെസ്റ്റേഴ്സ് അതായത് പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് യെസ് ബാങ്കിൻ്റെ സ്റ്റേക്ക് റിഡക്ഷൻ ചെയ്തതോടുകൂടി യെസ് ബാങ്കിൻ്റെ നില കൂടുതൽ പരിങ്ങിലായി. അതായത് യെസ് ബാങ്കിലെ ഏറ്റവും വലിയ ആങ്കർ ഇൻഡസ്ട്രിയായ ബൈട്രി ഇന്ത്യ അവരുടെ സ്റ്റേക്ക് 1.45% റെഡ്യൂസ് ചെയ്ത് 7.5% നിന്നും 6.0% എന്ന നിലയിലേക്ക് മാറ്റി. അതുകൂടാതെ ആക്സിസ് ബാങ്ക് 2.39% നിന്നും അവരുടെ സ്റ്റേക്ക് 0.43% റെഡ്യൂസ് ചെയ്ത് 1.76% മാറ്റുകയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് 15% നിന്നും 13.77% കുറയ്ക്കുകയും ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ സ്റ്റേക്ക് 5.68% നിന്നും 0.11% കുറച്ച് 5.57% റെഡ്യൂസ് ചെയ്തതും കൊണ്ട് ഈ സ്റ്റോക്കിലുള്ള അതായത് യെസ് ബാങ്ക് എന്ന സ്റ്റോക്കിൽ പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആ സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ആകുന്നതുകൊണ്ട് റിറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ്സും ബാങ്കിനോടുള്ള ഇൻവെസ്റ്റേഴ്സ് സെൻറ്റിമെൻറ്റ് കൂടുതൽ നെഗറ്റീവായി എന്ന് വേണം നമ്മൾക്ക് കരുതാൻ. ഇനി നമ്മൾക്ക് യെസ് ബാങ്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് പോകാം. ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായി 1 ഡേ ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾക്ക് മനസ്സിലാകും. അതായത് യെസ് ബാങ്ക് 20 രൂപ 45 പൈസ എന്ന ലെവലിൽ എത്തിയതിനു ശേഷം ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്ഷൻ്റെ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചാനൽ ബേസ്ഡ് പാറ്റേണിലുള്ള കറക്ഷനാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതായത് ഈ സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലോ അതുപോലെ തന്നെ ഹൈ ലോ ഫോർമേഷൻസ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം സ്റ്റോക്ക് അതിൻ്റെ ഓരോ സപ്പോർട്ടിനെയും ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആ സപ്പോർട്ട് റീട്രേസ് ചെയ്യുന്നതിൽ ഫെയിൽ ആകുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് യെസ് ബാങ്കിൻ്റെ ലെവൽസിനെ കുറിച്ച് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഈ സ്റ്റോക്ക് 14 രൂപയ്ക്ക് മുകളിൽ എത്തി 17 രൂപ റേഞ്ചിലാണെങ്കിൽ നമ്മൾക്കൊരു സൈഡ് വേസ് മൂവ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. ഈ 14 രൂപ എന്ന ലെവൽ റീടെസ്റ്റ് ചെയ്ത് അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാത്തിടത്തോളം കാലം യെസ് ബാങ്കിൽ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നതിന് വളരെ റിസ്കി ആയ ഒരു ഓപ്ഷനായിട്ട് തന്നെയായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇനി യെസ് ബാങ്കിൻ്റെ ഡിമാൻഡ് സോണിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതായത് കമ്പനിയുടെ FPOയിൽ ഈ കമ്പനി 12 രൂപ എന്ന ലെവലിൽ എത്തിയിരുന്നു. 12 രൂപ 50 പൈസ എന്ന ലെവലിൽ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലും ഈ സ്റ്റോക്ക് 12 രൂപ 80 പൈസ എന്ന ലെവലിൽ എത്തിയപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ബൈയിങ് ക്യാൻഡിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം ഈ സ്റ്റോക്ക് അതിൻ്റെ നെക്സ്റ്റ് സപ്പോർട്ടായ 13 രൂപ 90 പൈസ എന്ന ലെവൽ എന്ന സപ്പോർട്ടിനെ അല്ലെങ്കിൽ എന്ന റെസിസ്റ്റൻസിനെ റീട്രേസ് ചെയ്യാൻ നോക്കുകയും അവിടെ നിന്നും വീണ്ടും സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ളൊരു ഫോൾ വന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്ക് 13 രൂപ 20 പൈസ എന്ന ലെവലിലേക്ക് വരികയും ചെയ്തു. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ ഓരോ റെസിസ്റ്റൻസിനെയും സ്റ്റോക്ക് 2 മുതൽ 3 പ്രാവശ്യം വരെ ടെസ്റ്റ് ചെയ്യുകയും അതിനുശേഷം ആ റെസിസ്റ്റൻസിൽ നിന്നും വീണ്ടും അടുത്ത ഫോളിലേക്ക് പോവുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചാനലാർ പാറ്റേൺ ആണ് നമ്മൾക്ക് കാണുന്നത്. ഇനി ഇൻവെസ്റ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ യെസ് ബാങ്കിൽ നമ്മൾക്കൊരിക്കലും ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തുകൊണ്ടുള്ള അപ്രോച്ച് ഒരിക്കലും നടക്കുകയില്ല. കാരണം യെസ് ബാങ്കിലെ Q3 റിസൾട്ടുകളുടെ അല്ലെങ്കിൽ യെസ് ബാങ്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടുകൾ തന്നെ അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ 2 ക്വാർട്ടർലി റിസൾട്ടുകളിൽ സ്റ്റോക്ക് നന്നായി പെർഫോം ചെയ്തതിന് ശേഷം Q4 ആ നേട്ടങ്ങളെല്ലാം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി യെസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല. യെസ് ബാങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യണം എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം യെസ് ബാങ്കിൻ്റെ റിക്കവറി പ്ലാനിനെ കുറിച്ച് മനസ്സിലാക്കണം. ഇനി നമ്മൾക്ക് യെസ് ബാങ്കിൻ്റെ റിക്കവറി പ്ലാനിനെ കുറിച്ച് മനസ്സിലാക്കാം.
ഇതുവരെ നമ്മൾ യെസ് ബാങ്കിൻ്റെ നെഗറ്റീവ് സൈഡുകളെക്കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഇനി യെസ് ബാങ്കിൻ്റെ ചില പോസിറ്റീവ് അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഒന്ന്, ബാങ്കിൻ്റെ ലോൺ ആൻഡ് അഡ്വാൻസ് 0.8% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രോസ് റീറ്റെയിൽ ഡിസ്ബേഴ്സ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അത് 184% വർദ്ധിച്ചിട്ടുണ്ട്. ഡെപ്പോസിറ്റ്സിൻ്റെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 54.7% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീക്വൻഷ്യൽ ഡെപ്പോസിറ്റ്സ് നോക്കുകയാണെങ്കിൽ 11.4% വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇയർ ഓൺ ഇയറിൽ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ്സ് റേഷ്യോയും അതുപോലെ തന്നെ ലോൺ അഡ്വാൻസ് റേഷ്യോയും വർദ്ധിക്കുന്നു എന്നുള്ളത് ബാങ്കിൻ്റെ റിക്കവറിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. അതുപോലെ തന്നെ ബാങ്കുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാരാമീറ്ററായ കാസ നോക്കുകയാണെങ്കിൽ 51.8% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചത്. കാസ ഒബ്ലിക് ടോട്ടൽ ഡെപ്പോസിറ്റ്സ് നോക്കുകയാണെങ്കിൽ അത് 28.5% നിന്നും 27.3% കുറയുകയും LCR റേഷ്യോ നോക്കുകയാണെങ്കിൽ, അതായത് ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഇംപ്രൂവ് ആവുകയും ചെയ്യുന്നുണ്ട്. അതായത് ക്വാർട്ടർ 1-ൽ LCR റേഷ്യോ ക്വാർട്ടർ 2-ൽ LCR റേഷ്യോ 37%, ക്വാർട്ടർ 3-ൽ LCR റേഷ്യോ 120%, ക്വാർട്ടർ 4-ൽ LCR റേഷ്യോ 122.7% വർദ്ധിച്ചു. ഇതിനർത്ഥം യെസ് ബാങ്ക് റിക്കവർ ആകാനുള്ള ഒരുവിധ എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ യെസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ, ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് യെസ് ബാങ്കിന് എപ്പോഴും RBIയുടെയും അതുപോലെ തന്നെ SBIയുടെയും സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. ഈ രണ്ട് സപ്പോർട്ടും ഉള്ളിടത്തോളം കാലം യെസ് ബാങ്ക് നമ്മൾക്ക് ഒരിക്കലും ഡൗൺ ആകില്ല, അല്ലെങ്കിൽ യെസ് ബാങ്ക് വീണ്ടും ഫ്രോഡ് ടെൻഡൻസിയിലേക്ക് പോകില്ല എന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കാം. അതുകൂടാതെ യെസ് ബാങ്കിൻ്റെ NPA അഥവാ ബാഡ് ലോൺസ് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി യെസ് ബാങ്ക് ഉറപ്പായിട്ടും ഒരു ഫണ്ട് റൈസിങ് ആക്ടിവിറ്റി കൂടി നടത്താനുള്ള സാധ്യതയുണ്ട്. കൂടാതെ വരും വർഷങ്ങളിൽ, അതായത് യെസ് ബാങ്കിൻ്റെ 3 ഇയർ പ്ലാൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ കസ്റ്റമർ ബേസിനെ 3 മുതൽ 4% വരെ ഉയർത്തുവാനും അതുപോലെ തന്നെ കാസ റേഷ്യോ 40% വരെ വർദ്ധിപ്പിക്കുവാനും കൂടാതെ റിറ്റെയിൽ ലോണുകൾ വർദ്ധിപ്പിക്കുവാനും കമ്പനിയുടെ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതും യെസ് ബാങ്കിൻ്റെ ഗ്രോത്തിനെയാണ് അല്ലെങ്കിൽ യെസ് ബാങ്കിൻ്റെ റിക്കവറിംഗ് പ്ലാനിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ അവസരത്തിൽ ഇൻവെസ്റ്റേഴ്സ് സ്ട്രാറ്റജി നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് യെസ് ബാങ്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായി ഈ ബാങ്കിൽ സ്റ്റോപ്പ് ലോസ് വെച്ചുള്ള രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുകയില്ല. പകരം ഈ ബാങ്കിൽ നമ്മൾക്ക് ചെയ്യാവുന്ന അല്ലെങ്കിൽ യെസ് ബാങ്കിൽ നിന്നും പൊട്ടൻഷ്യലായിട്ട് റിട്ടേൺ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ചെയ്യാവുന്നത് ഒരു ഫിക്സഡ് എമൗണ്ട് യെസ് ബാങ്കിൻ്റെ ഷെയറുകളിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം 3 മുതൽ 4 വർഷം വരെ അല്ലെങ്കിൽ 4 മുതൽ 5 വർഷം വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺ ലഭിക്കുകയാണെങ്കിൽ അതിനെ ബെസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ റിട്ടേൺ ലഭിക്കാനുള്ള ഒരു ഗ്യാരണ്ടിയും ഒരിക്കലും ഉറപ്പ് പറയാൻ സാധിക്കുകയില്ല. അതായത് യെസ് ബാങ്കിന് ആൾറെഡി SBIയുടെയും RBIയുടെയും സപ്പോർട്ട് ഉണ്ട് എങ്കിലും ബാങ്കിൻ്റെ NPA റേഷ്യോ നോക്കുകയാണെങ്കിലും, അതായത് ബാങ്കിൻ്റെ ഫ്രോഡ് ലോൺസ് നോക്കുകയാണെങ്കിൽ അത് ഒരു ബാങ്കിങ് സ്റ്റാൻഡേർഡിൻ്റെ പുറത്ത് തന്നെയാണ് എന്നുള്ള ഫാക്ടർ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ഡീഫോൾട്ടിംഗ് പ്രോബബിലിറ്റി വളരെ കുറവാണ്. പക്ഷേ NPA റിക്കവറിങ്, പ്രത്യേകിച്ചും ഫണ്ട് റൈസിങ് മൂലമോ അല്ലെങ്കിൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ പ്ലാൻ പോലുള്ള എന്തെങ്കിലും ഇന്നോവേറ്റീവ് പ്ലാൻ വഴിയോ കമ്പനി അതിൻ്റെ ബാഡ് NPA റിക്കവർ ചെയ്യുകയാണെങ്കിൽ ഈ ബാങ്കിൽ നിന്നും നല്ല രീതിയിലുള്ളൊരു റിട്ടേൺ പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്